Good morning, children. എല്ലാവരും ഹാപ്പി ആയിരിക്കുവാണല്ലോ അല്ലേ? ഹിന്ദിയിൽ നമ്മൾ പഠിച്ച പാഠം എന്താണ്? പ്രീവിയസ് ക്ലാസ്സിലെ ജാദൂഗർണി അല്ലേ? ജാദൂഗർണി ഫൂൽദാൻ ചൂഹാ ബൻ ഗയ എന്ന ലെസൺ ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ആ ലെസണിന്റെ നമുക്ക് കുറച്ച് നോട്ട്സ് അല്ലേ, ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് നോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അത് എഴുതാം. ജാദൂഗർണി അത് ഇഷ്ടമായോ? ആ സ്റ്റോറി ഇഷ്ടമായോ? ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമായി. അതേപോലെ നോട്ട്സ് പഠിക്കണം. നോട്ട്സ് എഴുതാൻ പോവുകയാണ് ടീച്ചർ. Okay, notes എഴുതാം. All of you take your text, page number 35. Page number 35 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ ഫൂൽദാൻ ചൂഹ ബൻ ഗയ അല്ലേ? അതിലെ എക്സർസൈസ് ആണ് 2. സഹി ഉത്തർ ചുൻകർ ടിക്ക് ലഗായിയെ. ശരിയായ ആൻസേഴ്സിന് ടിക്ക് ഇടാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജാദൂഗർണി ക്യാ പഹൻകർ ആയി? ജാദൂഗർണി അല്ലേ? ജാദൂഗർണി എന്താണ് നമ്മൾ പഠിച്ചു. ജാദൂഗർണി എന്താണ് പഹൻകർ ധരിച്ചു കൊണ്ടുവന്നത്? എന്താണ്? ജൂത്ത അല്ലേ? ജൂത്തയാണ് ധരിച്ചു കൊണ്ടുവന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജാദൂഗർണി കിസ് രംഗ് കാ റൂമാലായി? എന്ത് കളർ റൂമാലാണ് കൊണ്ടുവന്നത്? റൂമാലിൻ്റെ മീനിങ്സ് നിങ്ങൾക്കറിയാം. ജാദൂഗർണി അറിയാം. ഇതെല്ലാം പഠിപ്പിച്ചു. നിങ്ങൾക്കറിയാം, ടീച്ചറിന് അറിയാം, നിങ്ങൾക്കറിയാമെന്ന് അല്ലേ? മീനിങ്സ് പഠിച്ചു അല്ലേ? റൂമാൽ എന്താണ്? ഹാൻകർ ചീഫ് അല്ലേ? എന്ത് കളർ ഹാൻകർ ചീഫാണ് കൊണ്ടുവന്നത്? ഹര, ഗ്രീൻ കളർ അല്ലേ? യെസ്. ജാദൂഗർണി എന്ത് ധരിച്ചാണ് വന്നത്? ജൂത്ത, ഷൂസ് അല്ലേ? യെസ്, റെഡ് കളർ ഷൂസ് എന്ന് നമുക്കറിയാം. യെസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൂൽദാൻ ക്യാ ബൻ ഗയ? പൂത്തട്ടം എന്തായിട്ട് മാറി? മായാജാലം കാണിച്ചപ്പോൾ ഫൂൽദാൻ എന്തായിട്ട് മാറി? ചൂഹ അല്ലേ? ചൂഹ. കറക്റ്റ് ആൻസർ ഈസ് ചൂഹ. എലിയായിട്ട് മാറി. അപ്പോൾ എന്താണ്? ഒന്നുകൂടെ വായിക്കുന്നു. ജാദൂഗർണി ക്യാ പഹൻകർ ആയി? ജൂത്ത. ജാദൂഗർണി കിസ് രംഗ് കാ റൂമാൽ लाई? ഹര. ഫൂൽദാൻ ക്യാ ബൻ ഗയ? ചൂഹ ബൻ ഗയ. അപ്പോൾ ഇത്രയും കറക്റ്റ് ആൻസർ. ടെക്സ്റ്റിൽ ഹോംവർക്കാണ്. ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ടിക്ക് ചെയ്ത് ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ. ദെൻ ആൻസർ ദ ഫോളോയിങ്സ് ആണ്, ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോക്കാം. എഴുതാം, നോട്ട്സ് എഴുതാം. നോട്ട്ബുക്ക് എടുക്കാം എല്ലാവർക്കും. All of you take your notebook. Write today's date and day. फूलदान चूहा बन गया. Answer the following. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നയെ ജാദു കോൺ ദിഖായ ഥ? ആരാണ് പുതിയ മായാജാല വിദ്യകൾ കാണിക്കുന്നത് അല്ലേ? ആരാണ്? നയെ ജാദു ഏക് ജാദുഗർണി ദിഖാത്തി ഥി. പുതിയ ജാലവിദ്യകൾ ഒരു മന്ത്രവാദിനി അല്ലേ? യെസ്, നമ്മൾ പഠിച്ചു. ജാദുഗർണി ദിഖാത്തി ഥി. നയെ ജാദു ഏക് ജാദുഗർണി ദിഖാത്തി ഥി. സോർസറസ് അല്ലേ? യെസ്. Then second question, फूलदान में से कौन निकल कर भागा? പൂത്തട്ടം ആരാണ് പുറത്തേക്ക് എടുത്തുകൊണ്ട് വന്നത്? ഫൂൽദാൻ സെ ചൂഹ. ഫൂൽദാൻ മേം സെ കോൺ നികൽക്കർ? പൂത്തട്ടത്തിൽ നിന്ന് ആരാണ് പുറത്തേക്ക് ഓടി വന്നത്? ഫൂൽദാൻ സെ ചൂഹ നികൽക്കർ ഭാഗ അല്ലേ? പൂത്തട്ടത്തിൽ നിന്ന് എലിയാണ് പുറത്തേക്ക് ഓടി വന്നത് അല്ലേ? യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ജാദൂഗർണീനെ ക്യാ ബോൾക്കർ ജാദു ദിഖായ? ജാദൂഗർണീനെ ക്യാ ബോൾക്കർ ജാദു ദിഖായ? ജാദൂഗർണി എന്ത് പറഞ്ഞാണ് ജാദു കാണിക്കുന്നത്? മായാജാലകൾ എന്ത് പറഞ്ഞാണ് കാണിക്കുന്നത്? എന്ത് മന്ത്രമോദിയാണ് കാണിക്കുന്നതെന്നാണ് ചോദ്യം. ജാദൂഗർണീനെ ആബരാ കാ ഡാബരാ ഗിലി ഗിലിച്ചു ബോൾക്കർ ജാദു ദിഖായ. എന്ത് പറഞ്ഞാണ്? ആബരാ കാ ഡാബരാ ഗിലി ഗിലിച്ചു. ആബരാ കാ ഡാബരാ ഗിലി ഗിലിച്ചു बोलकर जादू दिखाया. Then fourth question, जादू के खेल कहाँ देखने को मिलते हैं? जादू के खेल, ഈ മായാജാല വേലകൾ എവിടെല്ലാമാണ്? മായാജാല ട്രിക്കുകൾ എവിടെയൊക്കെയാണ്? എവിടെയൊക്കെയാണ് കാണിക്കാനായിട്ട് പോകുന്നത്? ജാദു കെ ഖേൽ സർക്കസ് മെയിം. ജാദു ഖേൽ എന്താണ്? മായാജാല മാജിക് ട്രിക്ക് എവിടെയൊക്കെ കാണിക്കുന്നു? ഫസ്റ്റ് സർക്കസ് മെയിം. പിന്നെയോ TV പർ ദേഖ്നെ കോ മിൽത്തെ ഹേം. TV-യിൽ കാണാൻ കഴിയുന്നു. കഫി സ്കൂളോ മേം ഫി, ചിലപ്പോഴൊക്കെ സ്കൂളുകളിൽ കാണാൻ കഴിയുന്നു. ജാദൂഗർ കോ ബുലാക്കർ ദിഖലായേ ജാത്തേ ഹേം. അവിടെയെല്ലാം ജാദൂഗറിനെ വിളിച്ചുകൊണ്ട്
കാണിക്കുന്നു അല്ലേ. ബുലാക്കർ ദിഖലായേ മീം ഷോ കാണിക്കുവാനായിട്ട് ജാദൂഗറിനെ വിളിക്കുന്നു. ബുലാക്കർ ദിഖലായേ ജാത്തേ ഹൈം. കേട്ടോ. Once more reading this question. जादू के खेल कहाँ कहाँ देखने को मिलते हैं? जादू के खेल सर्कस में टीवी पर देखने को मिलते हैं तथा कभी कभी स्कूलों में भी जादूगर को बुलाकर दिखलाए जाते हैं. Clear? ഓക്കെ ചിൽഡ്രൻ, നീറ്റായിട്ട് നോട്ട് എഴുതണം. ഇത്രയും നോട്ട്സ് നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു, ബൈ. ഗുഡ് മോർണിംഗ് എവരിവൺ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുവാണല്ലേ? പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണ്. നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കാൻ പോകുന്നത് 2 Little Kittensന്റെ ലെസൺ ആണ് നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ആ സെക്കൻഡ് ടേമിൽ അതുവരെയാണ് നമുക്ക് എക്സാമിനൊക്കെ ഉള്ളത്. അപ്പൊ എന്താണ് അതിന്റെ കുറച്ച് പോർഷൻ കൂടി നമുക്ക് കവർ ചെയ്യാനുണ്ട്. അപ്പൊ ഇന്ന് ടീച്ചർ നോട്ട്സ് ഒക്കെ എന്താണ് എഴുതേണ്ടതെന്നും ടെക്സ്റ്റ് ആക്ടിവിറ്റി ഒക്കെ നമുക്ക് ചെയ്യാം. അത് കഴിഞ്ഞ് ടീച്ചർ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഇന്ന് ഈ ലെസൺ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഈ വരുന്ന കമ്മിങ് 13th ട്യൂസ്ഡേ ടീച്ചർ ഒരു ടെസ്റ്റ് പേപ്പർ ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിച്ച് അറ്റൻഡ് ചെയ്യുക. ഓക്കെ. Okay, all of you take your textbook. Please listen here. Page number 38. 38. Okay, writing. Complete the sentences saying the same thing in different ways. Complete the sentences saying the same things in different ways. ഓക്കെ, നമ്മളൊരു പറയുന്നത് ഒരേ തിങ്സ് ആയിരിക്കും, ഒരേ കാര്യമായിരിക്കും നമ്മൾ ഡിഫറെൻറ്റ് വേസിൽ അത് അപ്ലൈ ചെയ്യുന്നത് അല്ലേ. അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇന്ന് ടീച്ചർ പറഞ്ഞു തരാൻ പോകുന്നത്. ഹീ കെയിം ബാക്ക് ഹോം അറ്റ് 4 o'clock. He came back home at 4 o'clock. അതിനെ എങ്ങനെ പറയാം? came back എന്നുള്ളത് he returned home at 4 o'clock. Okay, he come back home at 4 o'clock. come back എന്നുള്ളത് നമുക്ക് returned എന്ന് പറയാം. he returned home at 4 o'clock. Okay, next. Ritik did not take long to do his sums. Ritik did not take long to do his sums. എങ്ങനെ പറയാം? വേറൊരു വേയിൽ Ritik did his sums quickly. Okay, did not take long എന്നുള്ളതിന് നമുക്ക് quickly എന്ന് പറയാം. Ritik did his sums quickly. Okay, Quickly, quickly. Next. In the days of long ago, there lived a beautiful princess. In the day of long ago ക്ക് നമുക്ക് എന്ത് പറയാം? once upon a time there lived a beautiful princess. Okay, in the day of long ago. Okay, അതിന് once upon a time എന്ന് നമുക്ക് പറയാം. once upon a time there lived a beautiful princess. Okay, next, 4th one. Grandmother could not remember where she had put her keys. Grandmother could not remember where she had put her keys. So, could not remember, forget. Okay, forgot. Grandmother forgot where she had put her keys. Grandmother forgot where she had put her keys. ഇതുപോലെ എന്ത് ചെയ്യുക? fill ചെയ്യുക. Next, listening and speaking. Rhyming words. Filling the blanks with rhyming words. Rhyming words നമുക്ക് blank spaceൽ fill ചെയ്യുക. അപ്പോൾ question നോക്കിയേ. First, there's a picture on a last page. P-A-G-E. Page. There's a parrot in a dash. നോക്കിയേ picture. There's a parrot in a cage. Okay, C-A-G-E.
Okay, next one. This is my daughter. This is my daughter. She drinks coconut dash. She drinks coconut dash. നോക്കിയേ പിക്ചർ നോക്കുക. അതിനുശേഷം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത് നോക്കുക. കോക്കനട്ട് വാട്ടർ. ഷീ ഡ്രിങ്ക്സ് കോക്കനട്ട് വാട്ടർ എന്നിവിടെ എഴുതി ഫിൽ ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് തേർഡ് വൺ. Clowns are funny. Bears love dash. Bears love honey. 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 അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഹണി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? പെൻസിൽ യൂസ് ചെയ്ത് ആൻസർ ഇവിടെ കറക്റ്റ് ആയിട്ട് റൈമിംഗ് വേർഡ്സ് ഇവിടെ എഴുതുക. കം ഹിയർ. ദാറ്റ്സ് എ ഹിയർ. ഹിയറിൻ്റെ റൈമിംഗ് ഹിയർ ഡിയർ. ഓക്കെ, ഡിയർ. DEER. ഡിയർ. കം ഹിയർ. ദാറ്റ്സ് എ deer. Come here. That's a deer. Okay. Okay, next fun time. നിങ്ങൾക്കുള്ളൊരു ആക്ടിവിറ്റി ആണ്. അപ്പോൾ എല്ലാവരും ചെയ്യുക. കളക്ട് ആൻഡ് പേസ്റ്റ് പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ് ആൻഡ് കിറ്റൻസ് ഇൻ യുവർ സ്ക്രാപ്പ് ബുക്ക്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് സം ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് അബൌട്ട് ദം. എന്താ ചെയ്യേണ്ടത്? നമ്മുടെ കാറ്റ്സ് നമ്മളിപ്പം പഠിച്ച കിറ്റൻസിനെ കുറിച്ചായിരുന്നു ലെസണിൽ ഫുൾ പഠിച്ചതല്ലേ. അപ്പോൾ കിറ്റൻസിൻ്റെയും കാറ്റ്സിൻ്റെയും ഒക്കെ പിക്ചേഴ്സ് കളക്ട് ചെയ്യുക. പിന്നെ അതെന്ത് ചെയ്യണം? നമ്മുടെ നോട്ട്ബുക്കിൽ, നമ്മുടെ ഇംഗ്ലീഷ് നോട്ട്ബുക്കിൽ അത് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ആ പിക്ചറിൻ്റെ താഴെ സം ഫണ്ണി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ്, എന്തെങ്കിലും ഫാക്ട്സ് എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ആക്ടിവിറ്റി ചെയ്യുക. ഓക്കെ. All of you take your notebooks. Fill in the blanks with rhyming words. There's a picture on the last page. There's a parrot in a cage. This is my daughter. This is my daughter. She drinks coconut dash. അപ്പോൾ ടെക്സ്റ്റും നന്നായിട്ട് നോക്കിയതിന് ശേഷം ആൻസർ ഇവിടെ എഴുതുക. ഡോക്ടർ റൈമിംഗ് വേർഡ് എന്താണെന്നുള്ളത് എഴുതണം. Clowns are funny. Bears love dash. Come here. That's a dash. എന്താണെന്ന് ടെക്സ്റ്റ് നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. അതിനുശേഷം ആൻസർ എടുത്ത് എഴുതി ടീച്ചറിൻ്റെ നോട്ട്സ് കാണിക്കുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റിയാണ് കളക്ട് ആൻഡ് പേസ്റ്റ് പിക്ചേഴ്സ് ഓഫ് കാറ്റ്സ് ആൻഡ് കിറ്റൻ ഇൻ യുവർ നോട്ട് ബുക്ക്. ഓക്കെ. നെക്സ്റ്റ് ടീച്ചർ ടെസ്റ്റ് പേപ്പർ പറഞ്ഞിട്ടുണ്ട്. ടെസ്റ്റ് പേപ്പർ 13 കമ്മിങ് ട്യൂസ്ഡേ. 2 little kittens. നമ്മുടെ ഈ ലെസണാണ്, ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലെസൺ ഇന്ന് കംപ്ലീറ്റ് ആയി. അപ്പോൾ നന്നായിട്ട് എല്ലാവരും പഠിക്കുക, പഠിച്ച് ടെസ്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യുക. ഓക്കെ. Okay children, good morning everyone. Okay, നമുക്ക് EVSൽ പഠിക്കേണ്ടത് കണ്ടിന്യൂഷൻ ആണ്. പ്രീവിയസ് ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ഫെസ്റ്റിവൽസ് ആണ് അല്ലേ? യെസ്, ടുഡേ നമുക്ക് പഠിക്കേണ്ടത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ്. എന്താണ്? ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ആണ് അല്ലേ? ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ആർ സെലിബ്രേറ്റഡ് when crops are ready to be cut. അല്ലേ? വിളവെടുപ്പ് സമയത്തുള്ള ഫെസ്റ്റിവൽസ് ആണ് കേട്ടോ. അപ്പോൾ ഡിഫറെന്റ് നെയിംസിലാണ് ഇത് നമ്മൾ ഓരോ ഫെസ്റ്റിവൽസും പറയുന്നത്. എന്തൊക്കെയാണ്? ബൈശാഖി, ബിഹു, പിന്നെന്താണ്? പൊങ്കൽ, ഓണം, എക്സെട്ര. ഓക്കെ, നമുക്കപ്പോ തുടർന്ന് പഠിക്കാം. ടെക്സ്റ്റ് വായിച്ച് ടീച്ചർ പറഞ്ഞു തരാം. ഇപ്പോൾ ഹാർവേഴ്സസ് ഉണ്ട്, അത് ബോർഡിൽ എഴുതിയിട്ടേക്കുന്നു. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. വായിക്കാൻ പോവുകയാണ്. പ്ലീസ് ലിസൺ. ബ്ലാക്ക് ബോർഡ്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ്. ബൈശാഖി, ബിഹു, പൊങ്കൽ, ഓണം. ബൈശാഖി, ബിഹു, പൊങ്കൽ, ഓണം. ബൈശാഖി, BAISAKHI, ബൈശാഖി. ബിഹു, BIHU, ബിഹു. പൊങ്കൽ, PONGAL, പൊങ്കൽ. ഓണം, ONAM, ഓണം. ഇതൊക്കെയാണ് ഫെസ്റ്റിവൽസ്. മനസ്സിലായല്ലോ? എന്തൊക്കെയാണ്? ബൈശാഖി, ബിഹു, പൊങ്കൽ, ഓണം. നമുക്ക് ടെക്സ്റ്റ് വായിക്കാം. All of you please take your text. Text page number 148. Harvest festivals. വിളവെടുപ്പ് ഉത്സവങ്ങൾ. Harvest festivals are celebrated when crops are ready to be cut. വിളവെടുപ്പ് സമയത്താണ്, വിളവെടുപ്പ് പാകത്തിനാണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. ദെൻ ക്രോപ്സ് ആർ റെഡി ടു ബി കട്ട്. ക്രോപ്സ് എന്താണ്? കട്ട് ചെയ്യാൻ പാകത്തിന് ആ ടൈമിനാണ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്.
We call them by different names in different parts of the country. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല പേരിലാണ് ഈ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ് വിളിക്കുന്നത്. ഓക്കെ, ദെൻ നോക്കേ, ബൈശാഖി ഈസ് ദ ഹാർവസ്റ്റ്. ബൈശാഖി ഈസ് ദ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് മെയിൻലി ഇൻ പഞ്ചാബ്. പഞ്ചാബിലാണ് ബൈശാഖി എന്ന ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ പ്രധാനമായിട്ടും സെലിബ്രേറ്റ് ചെയ്യുന്നത്. പീപ്പിൾ bathe in a holy river, sing song and do Bhangra and Gidda. Bhangra and Gidda on Baishagi. People bath in a holy river, sing songs and do Bhangra and Gidda on Baishagi. Now look this picture. എന്താണ് പറയുന്നത്? ബൈശാഖി ദിവസത്തിൽ ആളുകൾ ഒരു പുണ്യ നദിയിൽ കുളിക്കുകയും പാട്ടുകൾ പാടുകയും ചെയ്യുന്നു അല്ലേ? പാട്ടുകൾ പാടുകയും ബൈശാഖിയിൽ ഭംഗ്ര ആൻഡ് ഗിദ്ദയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഭംഗ്ര ആൻഡ് ഗിദ്ദ. ദെൻ അന്യ വാണ്ട്സ് ടു നോ ഓൺ വിച്ച് ഡേ. അന്യക്ക് അറിയേണ്ടത് എന്തെന്നാൽ ഓൺ വിച്ച് ഡേറ്റ് ഡു വി സെലിബ്രേറ്റ് ബൈശാഖി. ബൈശാഖി സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് അന്യക്ക് അറിയേണ്ടത്. നിങ്ങളിത് സെർച്ച് ചെയ്ത് കണ്ടെത്തി ഇവിടെ എഴുതണം കേട്ടോ. കണ്ടെത്തി എഴുതുക ടീച്ചറിന്, എന്നിട്ട് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ, ദെൻ ബിഹു ഈസ് സെലിബ്രേറ്റഡ് ഇൻ ആസാം. ബിഹു എന്ന ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത് ആസാമിലാണ് കേട്ടോ. ആസാമിലാണ്. നോക്കിയേ, ലുക്ക് ദിസ് പിക്ചർ. കണ്ടോ, നൈസ് ഡാൻസേഴ്സ് ആണ് കണ്ടോ. നോക്കിയേ, കണ്ടോ, സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഡാൻസ് ചെയ്തുണ്ടോ. Bihu is celebrated in Assam. People make special dishes called pitha, sweet made of rice flour. അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സ്വീറ്റ് ആണ് കേട്ടോ, ഒരു പലഹാരമാണിത്. പിത്ത. എന്താണ് പിത്ത എന്നാണ് പറയുന്നത്. സ്പെഷ്യൽ ഡിഷസ് ആണ്. ഓക്കെ, ദെൻ ലാറസ് സ്വീറ്റ് മെയ്ഡ് ഓഫ് റൈസ് ആൻഡ് കോക്കനട്ട്. മീൻസ് ഒരു തരം സ്നാക്സ് ആണ്, സ്പെഷ്യലി സ്നാക്സ് ആണ്, ജൽപ്പാൻ. ഓക്കെ, women wear colorful sarees, sing folk songs and dance. Women wear colorful sarees, sing folk songs and dance. Women എന്താണ്? കളർഫുൾ ആയിട്ടുള്ള സാരികൾ ധരിക്കുകയും സിംഗ് ഫോക്ക് സോങ്സ്, നാടൻ പാട്ടുകൾ പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു അല്ലേ? ഓക്കെ, ദെൻ ഫാക്ട് ആൻഡ്. ഓക്കെ, ഫാക്ട് ആൻഡിൽ എന്താ പറയുന്നത് നോക്കാം. There are 3 Bihu festivals. The most popular one falls in April. There are 3 Bihu festivals. The most popular one falls in April. There are Bihu festivals. 3 types of Bihu festivals ഉണ്ട്. The most popular one falls in. ഒരു ഉത്സവം നടക്കുന്നത് എന്താണ്? ഏപ്രിലാണ്. ഏപ്രിൽ കഴിയുമ്പോഴത്തേക്കാണ് one Bihu festival. Then it marks the coming of spring. വസന്തകാലമാണ് ഇത് അറിയിക്കുന്നത് കേട്ടോ. ഇറ്റ് മാർക്സ് ദ കമ്മിങ് ഓഫ് സ്പ്രിംഗ്. വസന്തകാലം ആരംഭിക്കുന്ന ഒന്നാണ് ഇത് മാർക്ക് ചെയ്യുന്നത്. ദെൻ പൊങ്കൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ തമിഴ്നാട്. പൊങ്കൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ്? തമിഴ്നാടിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ദെൻ പീപ്പിൾ താങ്ക് ദ സൺ ഗോഡ്, റെയിൻ ആൻഡ് ഫാം അനിമൽസ് that have helped in the harvest. വിളവെടുപ്പിന് സഹായിച്ച സൂര്യദേവന്മാർക്കും എന്താണ്? റെയിൻ ആൻഡ് ഫാം ആനിമൽസ് അല്ലേ, കർഷക മൃഗങ്ങൾക്കും ആളുകൾ നന്ദി പറയുന്നു. ദെൻ ദാറ്റ് ഹാവ് ഹെൽപ്ഡ് ഇൻ ദ ഹാർവസ്റ്റ്. ഹാർവസ്റ്റിനെ വിളവെടുപ്പിന് സഹായിച്ച കർഷക മൃഗങ്ങളാണ് അല്ലേ. യെസ്, അവർക്ക് വേണ്ടി താങ്ക് പറയുന്നു. ഗോഡിനോട്, സൂര്യദേവനോട് താങ്ക്സ് പറയുന്നു. ദേ ഡെക്കറേറ്റ് ദെയർ ഹൗസസ് വിത്ത് കോലം, രംഗോലി മെയ്ഡ് ഓഫ് റൈസ് പൗഡർ. നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ, കോലം കണ്ടിട്ടുണ്ടല്ലോ. യെസ്, എന്താണ്? റൈസ് പൗഡർ കൊണ്ട് വരയ്ക്കുന്നതാണ് രംഗോലി എന്ന് പറയുന്നത്, കോലം എന്ന് പറയുന്നത് കേട്ടോ. അലങ്കരിക്കുന്നു, ഡെക്കറേറ്റ് ചെയ്യുന്നു, വീടുകളിൽ ഡെക്കറേറ്റ് ചെയ്യുന്നു. ദെൻ ദേ കുക്ക് rice with gur jaggery and milk and offer it to the sun god. They cook rice with gur jaggery. ശർക്കരയും പാലും ചേർത്ത്
അരി പാകം ചെയ്ത് സൂര്യദേവന് സമർപ്പിക്കുന്നു. They cook rice with jaggery and milk and offer it to the sun god. Look this picture. Look this picture. പൊങ്കൽ സമയത്ത് വയ്ക്കുന്ന കോലമാണ് കേട്ടോ. കോലം, ദെൻ നോക്കിയേ, കോലം, ദെൻ പായസം വെച്ചേക്കുവാണ് കണ്ടോ, പായസമാണിത്. ദെൻ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ഓണം. ഓണം ഈസ് സെലിബ്രേറ്റഡ് ഇൻ കേരള. കേരളത്തിലാണ് ഓണം ആഘോഷിക്കുന്നത്. ഇറ്റ് ഈസ് ദ റൈസ് ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ. ഇത് നെല്ല് വിളവെടുപ്പ് ഉത്സവമാണ് അല്ലേ, നെല്ല് വിളവെടുപ്പ് ഉത്സവവും കൂടെയാണ്. ഇറ്റ് ലാസ്റ്റ് ഫോർ 10 days. 10 ദിവസങ്ങളിൽ നീണ്ടു നിൽക്കും അല്ലേ. യെസ്, പീപ്പിൾ ഡെക്കറേറ്റ് എലിഫൻസ്. പീപ്പിൾ ഡെക്കറേറ്റ് ആളുകൾ ആനകളെ അലങ്കരിക്കുന്നു. ഹാവ് ബോട്ട് റേസസ്, ബോട്ടിംഗ്. പിന്നെയോ പ്ലേ ഗെയിംസ് ആൻഡ് പ്രേ ടു കിങ് മഹാബലി. ഗെയിംസ് കളികൾ, പ്ലേ ഗെയിംസ് കളികൾ കളിക്കുന്നു. മഹാബലി കിങ് രാജാവ് അല്ലേ, മഹാബലി രാജാവിനെ പ്രാർത്ഥിക്കുന്നു. They wear new clothes and make rangoli flowers. എന്തോന്ന് wear clothes, ധരിക്കുന്നു, ന്യൂ ക്ലോത്ത്സ് ധരിക്കുന്നു അല്ലേ, അവർ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നു. എന്നിട്ടോ ഫ്ലവേഴ്സ് കൊണ്ട് രംഗോലി മേക്ക് ചെയ്യുന്നു അല്ലേ. യെസ്, നോക്കിയേ, ലുക്ക് ദിസ് പിക്ചർ. വള്ളംകളി കണ്ടോ, കുട്ടികൾ ആളുകൾ വള്ളംകളി നടത്തുന്നു കണ്ടോ, നോക്കിയേ, നല്ല മനോഹരമായി നമ്മൾ വള്ളംകളി പോയി കണ്ടിട്ടുണ്ടാവും അല്ലേ. യെസ്, നമ്മുടെ ഓണത്തിനാണ് കൂടുതലായിട്ടും നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ പേര് കേട്ടതാണ്, ഫേമസ് ആണ് കേട്ടോ. ഓക്കെ, ദെൻ ഗ്രാനി ആസ്ക്, മുത്തശ്ശി ചോദിക്കുന്നു, ഷുഡ് ബി റെസ്പെക്ട് ഓൾ റിലീജിയൻസ് ആൻഡ് ദെയർ സെലിബ്രേഷൻസ് ഈക്വലി. എന്താണ്, നമ്മൾ എല്ലാ മതാചാരങ്ങളെയും അല്ലേ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ? ദെയർ സെലിബ്രേഷൻസ് ഈക്വലി, തുല്യമായിട്ട് തന്നെയാണോ നമ്മൾ കാണുന്നതെന്നാണ് ചോദിക്കുന്നത്. ഗ്രാനി ആസ്ക്, ഷുഡ് വി റെസ്പെക്ട് ഓൾ റിലീജിയൻസ് ആൻഡ് ദെയർ സെലിബ്രേഷൻസ് ഈക്വലി. ഓക്കെ, നമുക്കിനി നോട്ട്സ് എഴുതാം. ടേക്ക് എ നോട്ട് ബുക്ക്, റൈറ്റ് ടുഡേസ് ഡേറ്റ് ആൻഡ് ഡേ. ഹാർവസ്റ്റ് ഫെസ്റ്റിവൽസ്: വൈശാഖി, ബിഹു, പൊങ്കൽ, ഓണം. വൈശാഖി, BAISAKHI, വൈശാഖി. ബിഹു, BIHU, ബിഹു. പൊങ്കൽ, PONGAL, പൊങ്കൽ. ഓണം, ONAM, ഓണം. വൈശാഖി, ബിഹു, പൊങ്കൽ, ഓണം. റൈറ്റ് 5 times. നീറ്റായിട്ടും ബ്യൂട്ടിഫുള്ളായിട്ടും എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരണം. ഓക്കെ ചിൽഡ്രൻ, ബൈ. ചിൽഡ്രൻ, നമുക്കിന്ന് കഴ്സീവ് റൈറ്റിങ്ങിൻ്റെ 2 ലെറ്ററും കൂടെ ആകുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് സ്മോൾ ലെറ്റർ നമ്മളെല്ലാം എഴുതി കഴിഞ്ഞു. സ്മോൾ ലെറ്ററിൻ്റെ 2 വേർഡ്സും കൂടി ഇന്ന് എഴുതുമ്പോഴത്തേക്കും ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററിൽ നിന്ന് ഇനി നിങ്ങൾക്ക് സെൻറ്റൻസ് ആയിട്ട് എഴുതാം. നമുക്കിന്നൊന്ന് നോക്കാം. A മുതൽ Z വരെ നോക്കിയിട്ട് നോക്കിയേ. A, B, C, D, E, F, G, H, I, J, K, L, M, N, O, P, Q, R, S, T, U, V, W, X, Y, Z. ഇതിൽ ഈ 2 ലെറ്ററുകൾ നമ്മൾ എഴുതാനുള്ളൂ. അതുപോലെ ഈ 2 വേർഡ് നോക്കി വൈയും ഇസഡും എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇതില് ജെയും വൈയും ഇസഡും ആ ഫുൾ 4 ലൈൻ ടച്ച് ചെയ്ത് എഴുതുന്ന വലിയ ലെറ്റേഴ്സ് ആണ്. ബാക്കിയെല്ലാം മുകളിലത്തെ 3 ലൈനിലാണ്. അതെങ്ങനെ എഴുതുന്നത് നോക്കുന്നത് നോക്കി. ഞാൻ ഈ ബുദ്ധിമുട്ടൊന്നും ഇല്ലതാന്ന് നോക്കൂ. വൈ ഇത് 4 ലൈൻ ടച്ച് ചെയ്തിട്ട് തന്നെയാണ് എഴുതാനുള്ള. ബാക്കി എല്ലാ അക്ഷരങ്ങളും മുകളിലത്തെ 3 ലൈൻസ്. ഇനി യെല്ലോ ആൻഡ് സീബ്ര ഇതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മൾ A to Z കണക്ട് ചെയ്ത് എല്ലാ വേർഡും എഴുതി അല്ലേ. അത് നോക്കൂ എങ്ങനെയാണ് യെല്ലോ എഴുതാൻ നോക്കൂ. YELLOW, the zebra. ZEBRA. ഇത് ഈ 2 ലെറ്ററും ഈ വേർഡും എങ്ങനെയാണ് 4 ലൈൻ എഴുതുന്നത് നോക്കാം.
4 ലൈൻ ബുക്ക് ഇതാ നോക്കൂ, എങ്ങനെയാണ് എഴുതാൻ നോക്കൂ. Y ഒന്നുകൂടെ YZ ഈ 4 ലൈനും ടച്ച് ചെയ്തിട്ടാണ് ഈ 2 ലെറ്റേഴ്സ് എഴുതുന്നത്, ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കൂ. ഇനി ആ വേർഡ്സ് നോക്കൂ. യെല്ലോ YELLOW യെല്ലോ SDBRA ഇത്രയും 5 ടൈംസ് എഴുതുക. ഇനി നോക്കൂ, നമ്മൾ A to Z ക്യാപിറ്റൽ ലെറ്റർ പഠിച്ചു കഴിഞ്ഞു. ഇനി A to Z എല്ലാവരും നിങ്ങളുടെ ബുക്കിൽ 2 ടൈംസ് നല്ല നീറ്റായിട്ട് എഴുതുമ്പോൾ ശ്രദ്ധിക്കാൻ നോക്കൂ. GYZ ഈ 3 ലെറ്റേഴ്സും ഫുൾ ഈ 4 ലൈനും ടച്ച് ചെയ്തിട്ടാണ് എഴുതുന്നത്. ബാക്കിയെല്ലാം നോക്കി കണ്ടോ, 3 ലൈനിൽ മാത്രം ടച്ച് ചെയ്യുന്നത്. അതെല്ലാവരും കറക്റ്റായിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എല്ലാവരും 2 ടൈംസ് എഴുതുക. നമ്മൾ പഠിച്ച് കഴിഞ്ഞു, വേർഡ്സ് ഫുള്ള് കഴിഞ്ഞു. A to Zയിലുള്ള A മുതൽ Z വരെയുള്ള ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് പഠിച്ചു. ക്യാപിറ്റൽ ലെറ്റർ A to Z പഠിച്ചു, സ്മോൾ ലെറ്റർ പഠിച്ചു. അപ്പോൾ എല്ലാവരും നല്ലോണം എഴുതുന്നുണ്ട്. എഴുതാത്തവർ കുറച്ച് പേരുണ്ട്. ടീച്ചർ പറഞ്ഞിട്ടും ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഒന്നുകൂടെ ടീച്ചർ പറയണം, എല്ലാവരും ഇത് നോക്കും. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇത് ആദ്യം മുതൽ ടീച്ചർ A മുതൽ Z വരെ ക്യാപിറ്റൽ ലെറ്റർ പറഞ്ഞിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് 2 ടൈംസ് എല്ലാവരും എഴുതി അയയ്ക്കുക. ഓക്കെ.